അത് പ്രോഡക്റ്റിനോ ഒരു സർവീസിനോ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിലാണ് ഇതിനെ കാണാം. ഒന്ന്, നമ്മൾക്ക് ആ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടാക്കുക. രണ്ട്, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അവയർനെസ് പോകുന്ന സമയത്ത് നമ്മളൊരു കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു 30 രൂപയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് 100 മെസ്സേജാണ് കൺവേർഷൻ വരണമെങ്കിൽ നമ്മൾക്കൊരു 10% നമ്മുടെ കൺവേർഷൻ റേഷ്യോ എങ്കിൽ നമുക്ക് 1000 മെസ്സേജ് വരേണ്ടി വരും. CPC 30 ആണെങ്കിൽ 1000 × 30 30,000 രൂപ. ഈ 30,000 രൂപ നമ്മൾ മെറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 1000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 100 × 1000 1,00,000 രൂപ. 30,000 രൂപ നമ്മൾ മുടക്കുന്ന സമയത്ത് 70,000 രൂപ നമ്മൾക്ക് അതിൽ നിന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് മുൻകൂട്ടി കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അപ്പോൾ ഈ നമ്മൾ 30,000 രൂപയാണ് മുടക്കുന്നതെങ്കിൽ 70,000 രൂപ നമുക്ക് ലാഭമായി. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ട് നമുക്ക് വളരണം, ഒരു സൈഡിൽ ഓർഗാനിക് ആയിട്ട് വളരണം. അപ്പോൾ ബ്രാൻഡ് ലിഫ്റ്റും ജിയോ ലിഫ്റ്റും നമ്മൾ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾക്ക് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് നാട്ടുകാരെ അറിയിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുകയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഡ് മാത്രം എടുത്താൽ പോലെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ലീഡ് എടുക്കുന്നത് നിർത്തിയാലും ഓർഗാനിക്കായിട്ട് നമുക്ക് വരുന്ന ബിസിനസ് നിൽക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഓർഗാനിക്കായിട്ടും വളരണം, അതേപോലെ പെയ്ഡായിട്ടും വളരണം. അപ്പോൾ ഈ രീതിയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.